ചാനലുണ്ട്, അഗാപ്പെ ഓൺലൈൻ ചാനൽ. അത് നിങ്ങൾ ലൈക്ക് ചെയ്താൽ ഈ ക്ലാസ്സുകൾ ഇതിനു ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് ലാലുപദേശം? വോയിസ് ഈസ് ഗുഡ്? ഗുഡ്. ഈ സ്ക്രീൻ കാണാവോ എല്ലാവർക്കും നല്ലോണം? കാണാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഈ സ്ക്രീനിന്റെ മുകളിലായിട്ട് നമ്മുടെ ഫോട്ടോകളുള്ള അത് എല്ലാവരും കാണാവോ? അതോ സംതിങ് ഈസ് ഓൺ ഇറ്റ്? എങ്ങനെ? അല്ല, ഈ സ്ക്രീനിന്റെ അവിടെ ഫോട്ടോ കാണാവോ? മൈ ഫേസ് കാണാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വീണ്ടും നിങ്ങളോടുകൂടി ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയ ഈ വലിയ ഈ സംരംഭത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ഇന്ന് രാത്രി വീണ്ടും നിങ്ങളോട് ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. നിങ്ങളൊക്കെയും ഇങ്ങനെ കാണുന്നത് വളരെ സന്തോഷമാണ്. നിങ്ങളുടെ പലരുടെയും കമൻറ്റുകൾ ഒക്കെയും ചാറ്റിൽ കൂടെ കാണുന്നത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് നമുക്ക് വിശ്വാസികളായ നമ്മളോട് പറഞ്ഞ അവാദിത്വം, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം ഇവിടെ തന്നെ യെരുശലേമിൽ തന്നെ പാർക്കണം. അങ്ങനെ ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുവിനെന്ന് പറഞ്ഞ വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ അധ്യായത്തെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. അത് കേട്ടതിന് ശേഷം എത്ര പേര് സുവിശേഷം, അതിനു മുമ്പ് സുവിശേഷം പറയാതിരുന്നവർ മുമ്പോട്ട് പോയി സുവിശേഷം പറയാനിടയായി തീർന്നു ഈ ഒരാഴ്ചയിൽ? നിങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കുറച്ച് പേര് ഉള്ളവരൊക്കെ ഒന്നൊന്ന് കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. പറഞ്ഞില്ലേലും പറയണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും പറഞ്ഞവർ എത്ര പേരുണ്ടെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പഠനത്തിന്റെ വിഷയം അതാണല്ലോ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നമ്മളെ വെറും ഒരു ജ്ഞാനം സമ്പാദിച്ച് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവാന്നുള്ളതല്ല നമ്മുടെ പ്രധാന ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം കർത്താവിൻ്റെ ആ കൽപ്പനകളനുസരിച്ച് ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് എത്രയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം, രണ്ടാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളുടെ മേൽ വന്ന ആ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് അതിനെക്കുറിച്ച് ഏറ്റവും നല്ലവണ്ണം സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ഇന്ന് രാത്രിയിലെ വിഷയം പരിശുദ്ധാത്മാ അഭിഷേകം എന്നുള്ള വിഷയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നുള്ള വിഷയം. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് കേൾക്കുമ്പോൾ ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് ഈ വേദിയിലുണ്ടെങ്കിൽ, ഈ പഠനത്തിലുണ്ടെങ്കിൽ, ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇത് എഴുതി വെച്ചതിൻ്റെ ഉദ്ദേശവും പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശവും പഠിക്കുന്നതിൻ്റെ ഉദ്ദേശവും ഒരേ ഉദ്ദേശമാണ്. ഇന്ന് നമ്മൾ ആരെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവെ എന്നെയും കൂടെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എല്ലാ യുഗങ്ങളിലും
ഉണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നോക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വളരെ വളരെ അത്ഭുതമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഈ ഭൂമിയുടെ ക്രിയേഷൻ തന്നെ അതിനെ ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നതും പരിശുദ്ധാത്മ ശക്തിയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാം, ആദിയിൽ മുഴുവനും അന്ധകാരമായിരുന്നു, പിന്നെ സമുദ്രത്തിന്മേൽ അന്ധകാരമുണ്ടായിരുന്നു, എല്ലാം പാഴും ശൂന്യമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പരിവർത്തിക്കുന്ന ആ ക്രിയേഷൻ്റെ ആ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. അതിൽ കൂടി ദൈവം ഇതാ ഒരു ഇന്ന കാര്യങ്ങൾ ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുകയും പിന്നെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ക്രിയേഷൻ്റെ ആ എനർജി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം മുതൽ മുമ്പോട്ട് നോക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാലാകാലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു വ്യത്യാസം, പഴയ നിയമ സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്ന് ആ ആവശ്യം നിറവേറ്റിയതിന് ശേഷം ആ അനുഭവം വീണ്ടും ഇല്ലാതിരിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ശിംശോൻ്റെ കാര്യം പറഞ്ഞാൽ, ഓരോ കാര്യങ്ങൾ ശിംശോനെ കൊണ്ട് ചെയ്യിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മ ശക്തി ആ സമയത്ത് വന്നു. അത് കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമുക്ക് കർത്താവായ യേശുക്രിസ്തു ഒരു വാഗ്ദാനം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും, അവൻ നിങ്ങളോടുകൂടി എന്നാളും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരനുഭവമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ പശ്ചാത്തലമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്ന കൂടെ തന്നെ ഹോളി സ്പിരിറ്റ് ത്രൂ ദ ഏജസ്, യുഗങ്ങളിൽ കൂടി പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു വിഷയം ഞാൻ പഠിപ്പിക്കാം. തൽക്കാലം ഇത് ഞാനൊരു മുഖവരയായിട്ട് പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ പഠനത്തിലേക്ക് നമുക്ക് കിടക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പഠനത്തിൻ്റെ പ്രാരംഭമായിട്ട് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ അതൊന്ന് വായിച്ചായിട്ട് 2-ാം അധ്യായം 1 മുതൽ 4 വരെ. നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ബ്രദർ. അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് when the day of Pentecost had fully come. പ്രൈസ് ദി ലോർഡ്. അത് ആ മലയാളത്തിൽ ആ ഭാഗം ഒന്നുകൂടെ വായിച്ചാട്ട് ബ്രദറെ, അതിൻ്റെ മലയാളം. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. മതി. പെന്തക്കോസ്ത് നാള് വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു നിമിഷം എടുത്ത് ഈ പെന്തക്കോസ്ത് നാളിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന ആ പെന്തക്കോസ്ത് ഇസ്രായേൽ മക്കളുടെ 7 പെരുന്നാളുകളിൽ ഉള്ള ഒരു പെരുന്നാളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പെരുന്നാളുകളിൽ പെന്തക്കോസ്ത് പെരുന്നാൾ എന്നുള്ള ഒരു പെരുന്നാൾ, ദ ഫീസ്റ്റ് ഓഫ് പെന്റിക്കാസ്റ്റ്. ഇസ്രായേൽ മക്കൾക്ക് 7 പെരുന്നാളുകളാണ്, ഉത്സവങ്ങളാണ് കർത്താവ് കൊടുത്തിരുന്നത്. അതിൽ ഒരെണ്ണമാണ് ദ ഫീസ്റ്റ് ഓഫ് പെന്റിക്കാസ്റ്റ്. 50ാമത്തെ ദിവസം എന്നുള്ള അതിനെ അടിസ്ഥാനമാക്കി, 50 എന്നുള്ള നമ്പറിനെ അടിസ്ഥാനമാക്കിയാണ് ഫീസ്റ്റ് ഓഫ് പെന്റിക്കാസ്റ്റ്. അപ്പോൾ അന്ന് ആ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്, ആ പെന്തക്കോസ്റ്റ് നാളിൽ ഇസ്രായേൽ മക്കളുടെ ഒരു ഉത്സവമാണത്. നമ്മുടെ ക്രിസ്തീയ സഭയിൽ ഇന്ന് നമ്മൾ പറയുന്ന പെന്തക്കോസ്റ്റ് അനുഭവത്തിൻ്റെ ആ കാര്യമല്ല അവര് ആദ്യമേ കൂടിയത്. അവർ കൂടിയത് അന്നത്തെ അവരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു പെരുന്നാളായിട്ട് ദൈവം കൊടുത്തിരുന്ന ആ പെരുന്നാളിൻ്റെ ദിവസമാണ് അവർ കൂടിയത്. പ്രൈസ് ദി ലോർഡ്. ഇനി അതിനെക്കുറിച്ച് നമുക്ക് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. ഇത് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നുള്ള കാരണം പിന്നെ അത് 50 ദിവസം ഉള്ള
ഒരു 50 ദിവസത്തെ കുറിച്ചുള്ള ഒരു പെരുന്നാളാണ്. അത് അല്പം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഫല പെരുന്നാളിനും പെന്തക്കോസ്തിനും ഇടയിലുള്ള 7 ശാബത്തുകൾ. പ്രൈസ് ദി ലോർഡ്. ആ 7 ശാബത്ത് എന്ന് പറയുമ്പോൾ 7 ഗുണം 7 49. അതിൻ്റെ കൂടെ ഒരു ദിവസം കൂടെ കൂടി പിറ്റേ ദിവസം, അതാണ് പെന്തക്കോസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അല്പം കൂടെ അതിനെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന്, യെരൂശലേം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 50 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് 10 കമാൻഡ്മെന്റ്സ്, ന്യായപ്രമാണം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു മെമ്മറിക്കായിട്ടാണ് ഈ പെന്തക്കോസ് എന്ന് പറയുന്ന ഈ പെരുന്നാള് ആഘോഷിക്കുന്നതിൻ്റെ ഒരു കാരണം. അത് മാത്രമല്ല, ഇവരുടെ ഫലശേഖരണത്തിന്റെ കാരണം കൂടെ വെച്ചാണ് അത് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് ഓർത്ത് നോക്കണം. 50 ദിവസം അവിടുന്ന് പുറപ്പെട്ടു പോകുന്നത് 50 ദിവസങ്ങൾ ശേഷമാണ് ഈ കൽപ്പനകൾ കൊടുക്കുന്ന അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ പെന്തക്കോസ് പെരുന്നാള് യഹൂദന്മാരെ ആചരിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ 7 പെരുന്നാളുകളിൽ 3 പെരുന്നാളുകളിനെ യാത്ര ചെയ്യുവാൻ കഴിവുള്ളതും മാലിന്യപ്പെടാത്തതുമായ എല്ലാ അഡൽട്സ്, യുവാക്കള്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മെയിൽ അഡൽട്സ്, അവര് യെരൂശലേമിൽ വന്ന് ഈ പെരുന്നാൾ കൂടണമെന്നാണ് അന്ന് ദൈവം അവർക്ക് കൊടുത്തിരുന്ന കൽപ്പന. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചാൽ ആ കാര്യം അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 23-17. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരണം. ഒന്നുകൂടെ വായിച്ചാൽ. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങൾ എല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരണം. 3 പ്രാവശ്യം ഇസ്രായേലിലെ എല്ലാ പ്രായമുള്ള യുവാക്കള്, പ്രൈസ് ദി ലോർഡ്, ആ വർഷത്തിൽ 3 പ്രാവശ്യം അവിടെ വന്ന യഹോവയെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിലെ ആ 3 പ്രാവശ്യത്തിലെ 3 പെരുന്നാളുകളാണ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പെസഹ പെരുന്നാൾ, ദാറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് പാസ് ഓവർ. പെന്തക്കോസ് പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് പെന്റിക്കാസ്റ്റ്. കൂടാര പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾസ്. ഈ 3 പെരുന്നാളുകൾക്ക് പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരും യെരൂശലേമിൽ വന്ന് അവരെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. അതിന് പ്രകാരമാണ് ആ പെന്തക്കോസ് നാളിൽ ഈവൻ നമ്മുടെ അപ്പോസ്തലന്മാരും അന്നത്തെ വിശ്വാസികളും ആ പുതിയ വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും ഈ പെരുന്നാളിന്റെ ദിവസം അവരും ഒരുമിച്ച് കൂടി ആ മാളിക മുറിയിൽ ഇരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ ഈ പെന്തക്കോസ് എന്ന് പറയുന്ന ദിവസം എന്താണെന്ന് പറയാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനിയും നമുക്ക് നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് കിടക്കാം. പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വിഷയം ഇതാണ്, ആ പെരുന്നാളിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. പ്രൈസ് ഗോഡ്. രണ്ടാമത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി, അവർ ഇരുന്നിരുന്ന വീടും മുഴുവനും നിറച്ചു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് നടന്ന കാര്യം, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. നാലാമത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. 4 കാര്യങ്ങളാണ് ആ പെന്തക്കോസ് നാളിൽ സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് അവരെല്ലാവരും ഒരുമനയോടെ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭകളിലെ ഇന്ന് കാണാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഒരുമനയോടെ എല്ലാവരും വന്ന് ഏകാഗ്ര ഹൃദയത്തോടെ ഒരു മനസ്സോടെ കൂടി വരുന്ന അനുഭവം ഇന്ന് അനേക സഭകളിലില്ല, അനേക കുടുംബങ്ങളില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വാക്യം നമ്മൾ കേൾക്കുമ്പോൾ ഈ വിഷയം ഓർത്ത് നമ്മൾ ഏറ്റവും പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ
കൂടിവരവിൽ ഞങ്ങളുടെ സഭയിലെ ഒരുമനത്വം ഉണ്ടാകുവാൻ, ഏക മനസ്സുണ്ടാകുവാൻ, ഞങ്ങൾ എല്ലാവരും ഒരേ ഹൃദയത്തോടെ, ഒരേ ആത്മാവിൽ, ഒരേ ഉദ്ദേശത്തോടെ കടന്നു വരുന്ന ഒരു അനുഭവം കർത്താവെ ഞങ്ങളുടെ സഭകളിൽ ഉണ്ടാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇത് ദൈവത്തിന്റെ പ്ലാനാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് അവർ ഏക മനസ്സോടെ, ഏക ഹൃദയത്തോടെ, ഏക ആത്മാവിൽ വന്നു. അന്ന് വലിയതായ ഒരു അത്ഭുതം നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ രണ്ടാമത് നടന്നത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പെന്തക്കോസ് സംഭവം എന്ന് പറയുന്നത് വെറും ഒരു ക്വയറ്റായിട്ട് നടന്നതല്ല, എന്നാൽ വലിയ ശക്തിയോടെ, ഹല്ലേലൂയ, പെട്ടെന്ന് ഒരു വലിയ കാറ്റ്, പ്രൈസ് ദി ലോർഡ്, അവിടെ അടിച്ചു. അവിടെ ആ ഭവനം മുഴുവനും, അവരിരുന്ന സ്ഥലം മുഴുവനും ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട്, പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. അത് തന്നെയല്ല, വേറൊരു കാര്യം അന്ന് സംഭവിച്ചത്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട് നടന്നത്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. They were all filled with the Holy Spirit. അഞ്ചാമതായിട്ട്, പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയതുപോലെ അന്യഭാഷകളിൽ അവരെ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ 5 കാര്യങ്ങളാണ് ആ പെന്തക്കോസ്ത് നാളിൽ അവിടെ നടന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമുക്ക് അതിനെക്കുറിച്ച് അല്പം കൂടെ ആഴമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗാഡ്. പെന്തക്കോസ്ത് നാള് ഞാൻ പറഞ്ഞല്ലോ, ഈ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞത് നമ്മള് അവരാചരിച്ചതിന്റെ കാരണം, മിസ്രയീമിൽ നിന്ന് പോകുന്നതിന്റെ 50 ദിവസങ്ങൾക്ക് ശേഷം കൽപ്പന കൊടുത്തതിനെ ഓർക്കാനുള്ള ഒരു ഓർമ്മയുടെ പെരുന്നാളായിട്ടാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കിനിയും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗവും ഇതിന്റെ ആ പശ്ചാത്തലവും കൂടെ ഒന്നുകൂടെ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 20-18. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. മതി നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. അപ്പോൾ അന്ന് ഈ ഇസ്രായേൽ മക്കൾക്ക് അവിടെ കൽപ്പന കൊടുത്ത സമയം, അന്ന് അവിടെ ഇടിമുഴക്കം, ശബ്ദങ്ങള്, മേഘങ്ങള്, അതുപോലെ തന്നെ ഉള്ള ഭയാനകമായ ഒരു കാര്യം പോലെയാണ് അന്ന് അവിടെ നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പെന്തക്കോസ്ത് നാളിലും ഏകദേശം അതുപോലെ തന്നെ വലിയ കാറ്റിന്റെ ശബ്ദം, പ്രൈസ് ദി ലോർഡ്, അതുപോലെ അഗ്നി നാവുകള്, ഇതെല്ലാം അന്ന് ന്യായപ്രമാണം കൊടുത്ത സമയത്ത് ഉണ്ടായ അതേ അനുഭവം ഈ പെന്തക്കോസ്ത് നാളിൽ, ഹല്ലേലൂയ, വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പെന്തക്കോസ്ത് നാളിൽ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ സാധിക്കും. പ്രൈസ് ഗാഡ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും എന്ന് പറയുന്നത് അന്ന് ഏകദേശം 120 ആൾക്കാരാണ്, വിശ്വാസികളാണ്, അപ്പോസ്തലന്മാർ ഉൾപ്പെടെ. നമ്മളെ അപ്പോസ്തല പ്രവൃത്തിയുടെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഏകദേശം 120 പേരുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് നമ്മളിവിടെ വായിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. വായിച്ച എൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചായിട്ട്, പ്രവർത്തനത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ വായിച്ചാട്ടെ. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് വായിക്കാം. ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. വായിച്ച. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. മതി, നമുക്ക് തൽക്കാലം നിർത്താം അവിടെ.
അപ്പോഴേ ഈ 120 പേര് അവിടെ അനേക ആയിരങ്ങള് ചില ചരിത്രകാരന്മാർ പറയുന്ന ഏകദേശം 500 ലക്ഷം, 500,000 പീപ്പിൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ് ആ പെരുന്നാളിന് യഹൂദന്മാരായിരിക്കുന്ന പുരുഷന്മാരെ അവരെ എവിടെ താമസിച്ചാലും യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കാൻ വരണമെന്നുള്ള ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ താഴെ എൻ്റെ ആ 9-ാം വാക്യം അത് വായിക്കുമ്പോൾ, പാർത്യൻസ്, മേഡിറ്റ്സ്, ഈലമൈറ്റ്സ് ഡ്വെല്ലിംഗ് ഇൻ മെസപ്പൊട്ടോമിയ, ജുഡിയ, കപ്പഡോഷ്യ, ഫാണ്ടസ്, ഏഷ്യ, ഫ്രിജിയ, പംഫീലിയ, ഈജിപ്റ്റ്, ലിബിയ, സൈറീൻ, റോം, അങ്ങനെ ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ കുടിയേറി പാർത്തിരിക്കുന്ന യഹൂദന്മാരായിരിക്കുന്ന പുരുഷന്മാരെ അന്ന് യെരുശലേമിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് വന്നത് ആരുടെ മേലാണ്? ഈ 120 പേരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ആ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, വിശുദ്ധിയിലും വേർപാടിലും ഏക മനസ്സോടെ അവിടെ കൂടി വരുന്ന 120 പേരുടെ മേലാണ് ദൈവാത്മാവ് ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അന്ന് മറ്റുള്ള ഈ ജനം മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. അവർക്കിത് കാണാൻ സാധിച്ചു, എന്നാൽ അവരുടെ മേൽ ഈ ദൈവാത്മ ശക്തി ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇവരെല്ലാം ഓടി വന്ന് ഇതെന്താണ് എന്ന് സംസാരിച്ചു. ചിലർ പറഞ്ഞു ഇവരെ മദ്യം കുടിച്ച് മത്തായതാണ്, അതുകൊണ്ടാണ് ഇവരുടെ ഈ ഭാഷകളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് അതിനെക്കുറിച്ച് ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് ഇതിന്റെ 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആരെങ്കിലും ഒരാള് 14 മുതൽ 17 വരെയുള്ള വാക്യം വായിച്ച. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി ആയുള്ളൂ എന്നുവല്ലോ. അത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകലയിടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 120 പേര് കൂടിയിരുന്ന് അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജനം പറഞ്ഞു, ഇവരെ മദ്യപിച്ച് മത്തായതിന്റെ ഒരു പ്രകടനമാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, അല്ല, ഇത് ഞങ്ങൾ മദ്യപിച്ചതൊന്നുമല്ല. കാരണം ഇപ്പം രാവിലെ 9 മണി ആയിട്ടേ ഉള്ളൂ, ആരും ആ സമയത്ത് മദ്യപിക്കാറില്ലല്ലോ. എന്നാൽ ഇത് മറ്റൊന്നുമല്ല, യോവേൽ പ്രവാചകൻ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞ പ്രവചനത്തിന്റെ ഒരു പൂർണ്ണതയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വായിച്ച ആ ഭാഗത്ത് ഒരു ബുക്ക് മാർക്ക് വെച്ചുകൊണ്ട് യോവേൽ പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 28 വാക്യം വായിക്കും. ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ചുകൂടെ വായിച്ചാൽ മുമ്പോട്ട് വായിച്ചാൽ. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകയും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു 1-2 വാക്യം വായിച്ചാൽ. എന്നാൽ യഹോവയുടെ നാമം അപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നാം വായിക്കുമ്പോൾ യോവേൽ പ്രവചനം, ആ പ്രവചനത്തിന്റെ ഒരു കംപ്ലീഷൻ ആണ്, ഒരു പൂർണ്ണതയാണ് ഇവിടെ കാണുന്നതെന്ന് അപ്പോസ്തലനായ പത്രോസ് ഇവരോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ ഈ വിഷയങ്ങളിൽ 21 വാക്യത്തിൽ 20 ഇവിടെ 2-ാം അധ്യായത്തിന്റെ അപ്പോസ്തലൻ 2-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ, ഐ വിൽ ഷോ വണ്ടേഴ്സ് ഇൻ ഹെവൻ above and signs in the earth beneath, blood and fire and vapor and smoke. The sun shall be turned into darkness and the moon into blood before the coming of the great and awesome day of the Lord. Hallelujah. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ അന്ത്യനാളിലുള്ള വരവിന്റെ ആ ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ ഈ പ്രവചനം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല. അതിനൊരു ഭാഗം, ഹല്ലേലൂയ, ആദ്യ ഭാഗങ്ങളാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പത്രോസ് അവിടെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഇത് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ഈ യോവേൽ പ്രവാചകന്റെ പ്രവചനം പൂർത്തിയായി, ഈ സമയത്ത് ഇതാ അത് പൂർത്തിയാകുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്നാണ് താൻ പറഞ്ഞത്. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അന്ത്യകാലം എപ്പോഴാണ് തുടങ്ങിയത്? ആരെങ്കിലും അറിയാവുന്നവര്? സിയോൻ മാളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യകാലം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 2000 വർഷം മുമ്പ് അന്ത്യകാലം ആരംഭിച്ചെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സമയത്തെ കുറിച്ച് നമ്മൾ എന്തോ പറയാൻ സാധിക്കും? ഇപ്പോൾ നമ്മൾ ഏത് കാലയളവാണ് താമസിക്കുന്നത്? അന്ത്യകാലത്തിന്റെ അന്ത്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യകാലം തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് യോവേൽ പ്രവചനം പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. അവരെല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പൈതലെ 2000 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലയളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അന്ത്യകാലത്തിന്റെ അന്ത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ കാലയളവിൽ പരിശുദ്ധാത്മ ശക്തി എങ്ങനെ ആയിരിക്കണമെന്ന് ഞാനൊന്ന് ഊഹിച്ചു, ഒന്ന് ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആ അന്ത്യകാലത്ത് തുടങ്ങിയപ്പോൾ ഇത്ര ഭയങ്കരമായ ഒരു പരിശുദ്ധാത്മ ശക്തി അവരുടെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം അന്യഭാഷകൾ പറഞ്ഞു, അവർ ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വലിയ ഒരു ശക്തി അവരുടെ മേൽ വന്നു. അന്ന് അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച് ആ സംസാരം ആ മെസ്സേജിന്റെ അവസാനമായിട്ട് 3000 പുരുഷന്മാർ സ്നാനപ്പെട്ടു. അതുപോലെയുള്ള വലിയൊരു ഉണർവ് അന്ന് നടന്നു. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നാം ജീവിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി എങ്ങനെയായിരിക്കണം? ഒരു ചോദ്യമാണ്. നിങ്ങൾ അതിനെ മറുപടി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ. അസാധാരണമായ സൂപ്പർ നാച്ചുറൽ അന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കർത്താവേ ആദ്യ നൂറ്റാണ്ടിലെ ആ അനുഭവം ഞങ്ങൾക്ക് വീണ്ടും തരണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അല്ല നമുക്ക് വേണ്ടുന്നത്, അതിനപ്പുറമായ ഒരു അനുഭവം ഈ കാലങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. കാരണം അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്ലാന്. ഹല്ലേലൂയ. ആദ്യകാലത്ത് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നമ്മുടെ നാട്ടിലെ ഞാനൊക്കെ യാക്കോബായ് സമുദായത്തിൽ നിന്ന് വന്നവരാണ്. അന്ന് യാക്കോബായ് എല്ലാ വർഷവും ഒരു പെരുന്നാളുണ്ട്. ആ പെരുന്നാളിന്റെ അവസാനം നടക്കുന്ന വലിയൊരു വെടിക്കെട്ടാണ്. എന്നാൽ ഈ വെടിക്കെട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ 1-2 ചെറിയ പടക്കങ്ങളും അതും ഇതൊക്കെ ഇങ്ങോട്ട് പോയി, പിന്നെ 2 വേറെ എന്തെങ്കിലുമൊക്കെ പോയി. എന്നാൽ അതിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കും? ഒരു ഭയങ്കര എല്ലാം കൂടെ കൂടിച്ചേർന്ന് വെടിക്കെട്ടും എല്ലാം കൂടെ കൂടിച്ചേർന്ന ഭയങ്കര ഒരു സംരംഭം അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ പൈതലെ അന്ത്യകാലത്ത് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അതുപോലെ ദ ഗ്രേറ്റ് ഫിനാലി ഓഫ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വലിയ പ്രകടനം
നടക്കുന്ന സമയമാണ്. ആ കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അനേകരെ ആദ്യ നൂറ്റാണ്ടിലെ ആ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സന്തോഷിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും കർത്താവേ ഞങ്ങൾക്ക് ഒരു അനുഭവം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മളൊന്ന് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ ഇതിലും വലിയതായ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പെന്തക്കോസ്ത് നാളിലാണ് നാം ജീവിക്കുന്നത്. അന്ത്യനാളുകളിൽ ആരംഭിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ അന്ത്യകാലത്തിന്റെ അവസാനത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ഒരു വാക്യം കൂടെ വായിക്കാം. ആരെങ്കിലും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കണ്ട. യോബേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സിയോൻ മക്കളെ സന്തോഷിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ വിശ്വസ്തയോടെ നിങ്ങൾക്ക് മുൻമഴ തന്നിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി മഴ പെയ്യിച്ചു തരും. 1-ാം മാസത്തിൽ മുൻമഴയും പിന്മഴയും തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മുൻമഴയും പിന്മഴയും എന്ന് പറയുന്നത്, മുൻമഴയെന്ന് പറയുന്നത് തരിശായിട്ട് കിടക്കുന്ന ആ പാടങ്ങളെ ഒന്ന് നനച്ച് അവിടെ വിത്ത് വിതയ്ക്കാൻ അതിനെ ഉപയോഗിക്കത്തക്കവണ്ണം ഒന്ന് മഴ പെയ്ച്ചെന്ന് സോഫ്റ്റ് ആക്കുന്ന മഴയാണ് മുൻമഴ എന്ന് പറയുന്നത്. പിന്മഴ എന്ന് പറയുന്നത് കൊയ്ത്ത് കാലമാകുമ്പോഴത്തേക്ക് ഈ കതിരുകൾ നല്ലവണ്ണം ഒന്ന് വിളയുവാൻ, അതൊന്ന് ഫലപ്രദമാകുവാൻ, കുറച്ചുകൂടെ ഫലഭൂഷ്ടിയാകുവാൻ തക്കവണ്ണം അതിനെ ശക്തിപ്പെടുത്തുന്ന മഴയാണ് പിന്മഴ. അപ്പോൾ സാധാരണ വിതയ്ക്കുന്നതിൻ്റെ മുമ്പും കൊയ്യുന്നതിൻ്റെ അവസാനവുമാണ് ഈ 2 മഴ വരുന്നത്. എന്നാൽ യോബേൽ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഒരു കാര്യം യോബേൽ പ്രവചനം എഴുതിയിരിക്കുന്നു. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അങ്ങനെയല്ല. ഞാനിത് കിങ് ജെയിംസ് വേർഷനിൽ നിന്ന്, ന്യൂ കിങ് ജെയിംസ് വേർഷനിലും ഇംഗ്ലീഷിൽ നിന്ന് അത് മലയാളത്തേക്ക് ഞാൻ തർജ്ജമ ചെയ്തതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കൂടെ. ഈ മഴ രണ്ടും എപ്പോഴാണ് വരുന്നത്? 1 മാസം. അതല്ല ഇവിടെ ഇരിക്കുന്നത്. മുൻമഴയും പിന്മഴയും 1-ാം മാസത്തിൽ തന്നെ തരും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൈതലേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ യെരുശലേമിൽ ആ സിയോൻ മാളികയിൽ കണ്ടത് മുൻമഴ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം ജീവിക്കുന്ന സമയം ഒരു പിന്മഴയുടെ കാലമാണ്. ഹല്ലേലൂയ. കൊയ്ത്തിന്റെ കാലമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഞാൻ ഇത് 2നെയും കൂടെ കൂട്ടി ഒരു മഴ പെയ്യിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുൻമഴയും പിന്മഴയും കൂടെ ഒരുമിച്ച് ചേർന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ മുൻമഴയും പിന്മഴയും കൂടെ ഒരുമിച്ച് ചേർന്ന് പെയ്താൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? എന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്നത് പോലെ കൂടെ തന്നെ വിതച്ചെങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ തന്നെ എന്തോ സംഭവിക്കും? അത് വിളഞ്ഞ് കൊയ്ത്തിന് സമയമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിതയ്ക്കുന്നവൻ the reaper shall overtake the plower. Hallelujah. Reaper shall overtake the plower. Plower എന്ന് പറഞ്ഞാല് ഈ എന്തോ പറയുന്നത്, മലയാളത്തിൽ എന്തോ പറയുന്നത്, ഫ്ലവർ, ഞങ്ങള് അത് വിത്ത് വിതയ്ക്കാൻ വേണ്ടി പ്ലവ് ചെയ്യുന്ന ആള് കൊയ്യുന്നവനെ ഓവർടേക്കും. അതെങ്ങനെയാ സംഭവിക്കുന്നത്? വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് മുമ്പിലായിട്ട് അതിനെ കൊയ്യുവാൻ വേണ്ടിയും ആൾക്കാർ. എന്ന് പറഞ്ഞാൽ ഈ വിതയും കൊയ്ത്തും ഫലശേഖരവും എല്ലാം നടക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്തുമാത്രം സൂര്യപ്രകാശം, എന്തുമാത്രം മഴ എന്നുള്ള അനുസരിച്ചാണ്. ഈ അന്ത്യകാലങ്ങളിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് പൈതലേ, ഇത് ഭൗതിക നാച്ചുറൽ ആയിട്ട് പറഞ്ഞാൽ ഇസ്രായേലിൽ നടക്കും. ഹല്ലേലൂയ. ഫലഭൂഷി. ഇപ്പം തന്നെ ഇസ്രായേലിനെ നോക്ക്. പണ്ടത്തെ പോലല്ല. ഇസ്രായേൽ ഫലഭൂയിഷ്ടമായ ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അതിലും ഫലപ്രദമായ ഒരു രാജ്യമായിട്ട് അത് മാറും. എന്നാൽ അതിൻ്റെ ഒരു നിഴലാണ്. യഥാർത്ഥ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അന്ത്യനാളുകളാകുമ്പോഴത്തേക്ക് സുവിശേഷം പറയുന്ന ദിവസം തന്നെ ആയിരങ്ങള് ഹല്ലേലൂയ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു മാതൃകയാണ് ആ പെന്തക്കോസ്ത് നാൾ കണ്ടത്. ഒറ്റ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസത്തെ മെസ്സേജ് കൊണ്ട് 3000-ൽ പരം പുരുഷന്മാരെ അന്ന് സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെയുള്ള വലിയൊരു ഉണർവിന്റെ അനുഭവത്തിലേക്ക്, ഉണർവിന്റെ സമയത്തേക്കാണ് നാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
അത് വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. Praise the Lord. Hallelujah. Amen. Hallelujah. Thank you. Praise God. അങ്ങനെയുള്ള ഒരു കൊയ്ത്തിന്റെ സമയമായിരിക്കുന്നുള്ളതിന് വേറൊരു തെളിവും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ആരെങ്കിലും വായിച്ചാൽ. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25. Praise the Lord. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതി പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന്റെ അംശഭൂമി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ബാക്കിയുള്ളത് വീണ്ടും വായിച്ചു. ഇത് യോവേൽ പ്രവചനത്തെ പോലെ തന്നെ ഒരു അന്ത്യകാല സമയത്തെ ഒരു പ്രവചനമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒരു പ്രവചന വിഷയത്തിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. For I do not desire, brethren, that you should be ignorant of this mystery. Hallelujah. ഈ മർമ്മം നിങ്ങൾക്ക് മറഞ്ഞിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ മിസ്റ്ററി? Praise the Lord. Lest you should be wise in your own opinion, that blindness in part has happened to Israel until the fullness of Gentiles has to come in. Praise the Lord. ജാതികളുടെ പൂർണ്ണ സംഖ്യ വരുവോളം ഇസ്രായേലിന് അംശമായിട്ട് കാഠിന്യം ഭവിച്ചിരിക്കുന്നു. Praise the Lord. ആ മലയാളത്തിൽ സിസ്റ്റർ ഒന്നുകൂടെ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രഹസ്യം ഇതൊരു രഹസ്യമാണ്, ഇതൊരു മർമ്മമാണ്, ഒരു മിസ്റ്ററിയാണ്. ഈ രഹസ്യം നിങ്ങൾക്ക് ഇരിക്കരുതെന്ന് അപ്പോസ്തലൻ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇത് ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല, നമ്മളെ കുറിച്ച് പറയുന്ന വിധമാണ്. ഈ രഹസ്യം നിങ്ങൾക്ക് മറഞ്ഞിരിക്കരുത്. എന്തോ രഹസ്യം? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ. നിങ്ങള് ഈ ലോകത്തിന്റെ നടക്കുന്ന സംഭവങ്ങളൊക്കെയും വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേല് ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കാൻ രാജ്യങ്ങൾ ഓൾറെഡി ആക്രമിച്ചു കഴിഞ്ഞു, ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സമയം വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ചെയ്തൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം, ഹല്ലേലൂയ, നീ പാപം ചെയ്ത് എൻ്റെ ഭാഗത്ത് നിന്ന് മാറിപ്പോയാൽ ഞാൻ യുദ്ധങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും വായിച്ച് നിന്നെ പീഡിപ്പിക്കുമ്പോൾ നീ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് എന്നോട് തിരിച്ചു വന്ന് എന്നോട് നിലവിളിച്ചാൽ അതിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഇസ്രായേലിന്റെ കരച്ചില് ദൈവം മറക്കത്തില്ല. കാരണം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തമാണ്. അത് മറക്കാൻ ദൈവത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് സൈന്യം ഇസ്രായേലിന് ചുറ്റും വന്ന് അതിനെ ചുറ്റി അവർക്ക് രക്ഷയില്ലാതെ വരുമ്പോൾ അവൻ യഹോവയെങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്ന പോലെ അവർ കുത്തിയവനിലേക്ക് നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ അനുതാപത്തോടെ വരും. പ്രൈസ് ഗാഡ്. അങ്ങനെ അവർ അനുതാപത്തോടെ വിളിച്ച് ഹല്ലേലൂയ കരഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം യേശു ക്രിസ്തുവിനെ വീണ്ടും അയക്കും. അതാണ് ഇവിടെ അതിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഡെലിവറർ വിൽ കം ഔട്ട് ഓഫ് സയൻ ആൻഡ് ഹി വിൽ ടേൺ അവേ അൺഗാഡ്ലിനെസ് ഫ്രം ജേക്കബ്, for this is my covenant with them when I take away their sins. Praise the Lord. Hallelujah. The deliverer will come out of Zion. ഇതാ സിയോനിൽ നിന്ന് വിടുതൽകാരൻ യേശു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇതാ യഹൂദന്മാരുടെ രക്ഷയുടെ ഒരു രാജ്യമായിട്ടുള്ള അവരുടെ രക്ഷയുടെ സമയം നമ്മുടെ മുമ്പിൽ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോക ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ, ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമതുള്ള പരസ്യമായ വരവിന്റെ കാലങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത് സംഭവിക്കുന്നതിന് അങ്ങനെ ഇസ്രായേൽ മുഴുവനായിട്ട്, സോ ഓൾ ഇസ്രായേൽ വിൽ ബി സേവ്, ഇസ്രായേൽ മുഴുവനുമായിട്ടും രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രൈസ് ലോർഡ്. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം നടക്കണം. അതെന്താണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്തോ ആ കാര്യം നടക്കേണ്ടതെന്ന്? ഈ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്.
ചെയ്യുമ്പോഴും ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരണം. ജാതികളുടെ പൂർണ്ണസംഖ്യ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരണം. നമ്മളൊക്കെ ആരായിരുന്നു? നമ്മളൊക്കെ യഹൂദന്മാരായിരുന്നോ ജാതികളായിരുന്നു? ജാതികളായിരുന്നു. ലോകത്തിൽ രണ്ട് ക്രിസ്ത്യാനി ഉണ്ടാകുന്നതിന് മുമ്പേ രണ്ട് കൂട്ടരേ ഉള്ളായിരുന്നു, യഹൂദന്മാരും ജാതികളും. നമ്മളും വിശ്വാസികളാകുന്നതിന് മുമ്പേ നമ്മൾ ക്രിസ്ത്യാനിയൊക്കെയാന്ന് പറഞ്ഞാലും നമ്മൾ ജാതികളായിട്ടാണ് ഇരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ജാതികളുടെ സംഖ്യ ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഇത്ര ആൾക്കാർ ഈ ജെന്റൈൽസിൽ നിന്ന്, ഈ ജാതിയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് വരണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ സംഖ്യ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ ഇസ്രായേലിന്റെ രക്ഷ ആകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായവരെല്ലാം ഒന്ന് കൈവർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജാതികളുടെ സംഖ്യ പൂർണ്ണമാകണം. അതിനാണ് ദൈവം പറഞ്ഞത്, ആ സംഖ്യ പൂർണ്ണമാകണമെങ്കിൽ എന്തോ ചെയ്യണം? ആ പരിശുദ്ധാത്മ ശക്തിയിലേ അത് നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, യോബിൽ കൂടി അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഇതേവരെ അങ്ങനെ ഒരു അനുഭവം നമ്മൾ കണ്ടിട്ടില്ല. അവിടങ്ങളായിട്ട് അനവധിയായ അത്ഭുതങ്ങൾ നടന്ന് അനേക ആയിരങ്ങള്, ലക്ഷങ്ങള്, കോടികള് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു കാലങ്ങളാണെങ്കിൽ തന്നെയും ഒരു ഭയങ്കരമായ ഒരു സകല ജലത്തിന്മേലും വരുന്ന ഒരു അനുഭവം ഇതേവരെ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് വളരെ അടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജാതികളുടെ പൂർണ്ണസംഖ്യ വന്നാൽ മാത്രമേ ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ വചനപ്രകാരം യേശു വരത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചന ജാതികളുടെ പൂർണ്ണസംഖ്യ വരുവാൻ വേണ്ടി ഹല്ലേലൂയ സ്വർഗം വളരെ ധൃതിയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ഇസ്രായേൽ വളരെ ധൃതിയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശ്വാസികളായി നാം ഓർക്കേണ്ടത് എന്താണ്? ജാതികളുടെ പൂർണ്ണസംഖ്യ വരുവാൻ നമ്മൾ എന്തോ ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തോ ചെയ്യണം? സുവിശേഷം അറിയിക്കണം. 1. 2, ഈ മഴയ്ക്ക് വേണ്ടി നമ്മള് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സിയോൻ മാളികയിൽ ആ 120 പേരുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നത് അവർ ഒരുമനയോടെ, ഒരേ ഹൃദയത്തോടെ, ഒരേ ആത്മാവിലെ കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വിട്ടുപോകരുതെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തിനായിട്ട് അവർ കാത്തിരുന്ന സമയത്താണ് ആ പരിശുദ്ധാത്മ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചത്. അതുപോലെ ദൈവത്തിന് മക്കളെ, ഈ ദിവസങ്ങളിലായിട്ട് നമ്മുടെ സഭകളില് നമ്മൾ ഒരുമനയോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, കണ്ണുനീരോടെ, നിലവിളിയോടെ നമ്മൾ ദൈവസ്ഥതയിലായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഒരു മഴക്കാലം, പ്രൈസ് ദി ലോർഡ്, ഒരു മുൻമഴയും പിന്മഴയും ഒരേ മാസത്തിൽ വരുന്ന, ഒരേ സമയത്തിൽ വരുന്ന വലിയ ഒരു ആഗോള വ്യാപകമായ പരിശുദ്ധാത്മാവിന്റെ ഒരു പോറിംഗ് ഔട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകം മുഴുവൻ സഭയ്ക്ക് ഒരു സന്തോഷ വാർത്തയാണ്. ഹല്ലേലൂയ. ഒരു മാരി നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ പെന്തക്കോസ്ത് ദിനം ഇതാ വന്നിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഒരു പെന്തക്കോസ്ത് ദിനം ഇതാ വീണ്ടും ആഗതമായിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ഹല്ലേലൂയ പെന്തക്കോസ്തിന്റെ ദിവസങ്ങളാണ്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ദിവസങ്ങളാണ്. അനേക സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസ ഗോളങ്ങള് അവർ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവത്തിൽ ഇരിക്കുമ്പോൾ റിവൈവൽസ് നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 100-100 വർഷമായിട്ട് ടൊപ്പീക്ക, കാൻസസ് എന്ന് പറയുന്ന അമേരിക്കയിലെ അവിടെ ചാൾസ് പാരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബൈബിൾ സ്കൂളിൽ ഇതുപോലെയുള്ള ഒരു വലിയ അനുഭവം നടന്നു. പ്രൈസ് ദി ലോർഡ്. ചാൾസ് പാരം എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പെന്തക്കോസ്തുകാരനല്ലായിരുന്നു. പുള്ളിക്ക് പരിശുദ്ധാത്മ അഭിഷേകം ലഭിച്ച വ്യക്തിയല്ലായിരുന്നു. എന്നാൽ പുള്ളി ഒരു ബൈബിൾ കോളേജ് നടത്തിക്കൊണ്ടിരുന്നു. 40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം 1900 വർഷത്തിന്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് സുവിശേഷ പ്രവർത്തനത്തിന് പോകേണ്ടതുണ്ട്. എന്നാൽ ഇവര് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിച്ചിട്ട് അവരുടെ ഇടയിൽ ഒരു ചോദ്യം ഉണ്ടായി. എന്തുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ അനുഭവം, അന്ന് അവരെല്ലാവരും പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചു, അന്യഭാഷകൾ സംസാരിച്ചു, എന്നാൽ ആ അനുഭവം നമുക്കില്ലാത്തത് എന്താണെന്ന് ഈ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് ചിന്തിക്കാനും ചോദിക്കുവാനിടയായി. അപ്പോൾ ചാൾസ് പാരം അവരോട് പറഞ്ഞു, ഞാൻ ഈ യാത്രയ്ക്ക് പോകുന്ന ഈ 2 ആഴ്ച കൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവനും പഠിച്ച്
ഞാൻ വരുമ്പോൾ അതിനൊരു റിപ്പോർട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയിട്ട് തിരിച്ചു വന്ന് ആ സമയത്ത് ഈ സ്റ്റുഡൻസ് ഈ വേദപഠനം നടത്തി അവർക്ക് മനസ്സിലായി ഈ സമയം, നമ്മൾ താമസിക്കുന്ന സമയം പരിശുദ്ധാത്മാവിന്റെ സമയമാണ്, പെന്തക്കോസിന്റെ സമയമാണ്, പെന്തക്കോസ് നാളിന്റെ സമയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേലും പരിശുദ്ധാത്മാവ് വരും, നമ്മൾ അന്യഭാഷകൾ സംസാരിക്കുമെന്ന് ഒരു തീരുമാനം അവരെടുത്തു. അവർ ആ തീരുമാനം ഒരു റിപ്പോർട്ടായിട്ട് ചാൾസ് പാരത്തിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ വർഷത്തിന്റെ അവസാനമായിരുന്നു വാച്ച് നൈറ്റ് സർവീസ്. എന്താ പറയുന്നത്, വർഷാവസാന ആ ദിവസത്തെ ആരാധനയുടെ സമയത്ത് ആഗ്നസ് എന്ന് പറയുന്ന ഒരു വെള്ളക്കാരത്തി ചാൾസ് പാരന്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ ദൈവത്തിന്റെ വചനപ്രകാരം നീ എൻ്റെ തലമേൽ നിന്റെ കൈവച്ച് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ ചാൾസ് പാരം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കാരണം എനിക്ക് പരിശുദ്ധാത്മാഭിഷേകമില്ല, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകമില്ലാത്ത ഞാൻ പിന്നെ എങ്ങനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ മനസ്സ് കൊടുത്തില്ല. എങ്കിലും അവളുടെ നിർബന്ധം കൊണ്ട് ഈ മനുഷ്യൻ അവളുടെ മേൽ തന്റെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. ആ കരം വെച്ച സമയം മുതൽ അവൾ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവള് അന്യഭാഷയിൽ സംസാരിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അവളെ സംസാരിച്ച അന്യഭാഷ ചൈനീസ് ഭാഷയാണ്. ചൈനയിൽ ഒരു മിഷനറി ആയിട്ട് പോകാൻ വേണ്ടി അവൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ അവൾക്ക് ഈ ചൈനീസ് ഭാഷ കൊടുത്തു. ഹല്ലേലൂയ. എഴുതുവാനും വായിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ചൈനീസ് ഭാഷയിൽ അനേക ദിവസങ്ങൾ അവൾക്ക് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ഹൂ ക്യാൻ മൂവ് ദ ഹാൻഡ് ഓഫ് ഗാഡ്? എങ്ങനെയാണ് ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ നീക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും നമ്മൾ ദിവസങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഈ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരും അന്നത്തെ വിശ്വാസികളും കേൾക്കണമേ, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണമേ, ഒരു മനയോടെ, ഒരു ഹൃദയത്തോടെ, ഒരേ ആത്മാവിൽ, ഹല്ലേലൂയ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ അവർ കടന്നു വന്നപ്പോൾ അവരുടെ മേൽ ഈ അത്യന്ത ശക്തി പകർന്നതുപോലെ കഴിഞ്ഞ ഈ നൂറ്റാണ്ടുകളിലെല്ലാം അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സഭയിലും ഞങ്ങളുടെ സഭയിലും എല്ലാം ഇതേ ഇതിലുള്ള ആത്മവ്യാപാര ശക്തി നടക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പെന്തക്കോസ്ത് ദിനം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുന്ന ദിവസം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്ന ദിവസം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രസംഗത്താൽ 3000 പേര് സ്നാനമേറ്റ ദിവസം ഇതാ വീണ്ടും വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ആ ദേവാലയത്തിന്റെ ആ കട്ടളിൽ നിന്ന് ഇറങ്ങിയ ആ നദി ആദ്യമേ അത് ആംഗിൾ ലെവലിലേ ഉള്ളായിരുന്നു. പിന്നെ അത് നീ ലെവലിലായി, പിന്നീട് അത് വേസ്റ്റ് ലെവലിലായി. അത് കഴിഞ്ഞിട്ട് നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത ഒരു വലിയ ജലപ്രവാഹമായിട്ട് മാറി. ദൈവത്തിന്റെ പൈതലേ, ദിസ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ത്രൂ ദി ഏജസ്. ഹല്ലേലൂയ. ആദ്യമേ ഒരു ട്രിക്കിൾ ഡൗൺ, ഹല്ലേലൂയ, പിന്നെ ഒരു നീ ലെവലായിട്ട്, പ്രൈസ് ദി ലോർഡ്, പിന്നെ ഒരു വേസ്റ്റ് ലെവലായിട്ട്. എന്നാൽ ഈ കാലയളവിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിൽ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വലിയൊരു ആത്മപ്രവാഹത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതിനെ എങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ബൈബിൾ സ്റ്റഡികൾ, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ഈ പഠിത്തത്തിൽ കൂടി നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനപ്രകാരം നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്താൽ ഈ ഒരു അത്ഭുത ആത്മവ്യാപാര ശക്തി നമ്മളുടെയും ജീവിതത്തിൽ, നമ്മുടെ സഭയിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ നമുക്ക് അനുഭവിക്കറിയാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ അല്പസമയം ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്ന മുമ്പേ ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഒരു പഠനമായിട്ടല്ല, പിന്നെയോ ഒരു അഭിഷേകത്തിന്റെ ഒരു ദിവസമായിട്ട് ഇന്ന് രാത്രി എന്നെ കേട്ടിട്ടുള്ള പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പായിട്ട് ഇന്ന് രാത്രി ഈ ക്ലാസ്സിൽ
ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ആദ്യമേ നിങ്ങൾ അത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, കർത്താവേ നീ എൻ്റെ രക്ഷിതാവായിട്ട്, എൻ്റെ ഏകരക്ഷിതാവായിട്ട് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി സമർപ്പിച്ചാൽ, ഹല്ലേലൂയ, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം നിന്നെ സ്വീകരിക്കും. അതിനുശേഷമായിട്ട് വിശ്വാസ സ്നാനം ഏൽക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ വാഗ്ദാനമാണ് പറഞ്ഞ അപ്പോസ്തലനായ പത്രോസ് നിന്റെ 2-ാം അധ്യായത്തിന്റെ ആകത്തൊരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്യം അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലനായ പത്രോസ് കാര്യം ഇവിടെ പറഞ്ഞു. 2-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, ഈ അപ്പോസ്തലൻ പറഞ്ഞ 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാൽ. അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ, എന്നാൽ പരിശുദ്ധ ദാനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ ഈ പ്രസംഗത്തിന്റെ അവസാനമായിട്ട് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ താന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോരുത്തൻ താന്റെ പാപങ്ങളെ ഏറ്റുപറയണം. നിങ്ങൾ ഒരു കാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം ഹല്ലേലൂയ ഒരു പാപ ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കർത്താവേ എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ, കരച്ചിലോടെ, വിലാപത്തോടെ ഇന്ന് രാത്രി നമുക്ക് അവനോട് വിളിച്ചപേക്ഷിച്ചാൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് സ്നാനപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തൻ താന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്കും ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിച്ചിട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ വിശ്വാസ സ്നാനം ഏറ്റ ഒരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മ ദാനം എന്ന് പറയുന്നത് നിന്റെ അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ, അത് എനിക്കും ലഭ്യമാകാൻ എൻ്റെ മേലും നിന്റെ കരങ്ങളെ ഇന്ന് രാത്രി വെക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരും ഇതേവരെ ആയിട്ടും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഒരു സമയം നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം, നമ്മളെ തന്നെ ഒന്ന് സെർച്ച് ചെയ്യാം. കർത്താവിൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവുകളെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് അല്പസമയം എല്ലാവരും ഒന്ന് തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾ വിശ്വാസ സ്നാനം ഏറ്റു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവെ ഞാൻ വീണ്ടും എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് വരാം. ഞാൻ എല്ലാവരോടും ഒരു നിമിഷം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്, ഇന്ന് ഈ പെന്തക്കോസ്റ്റ് ദിവസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച ഈ ദിവസം കർത്താവിൻ്റെ വലിയ ശക്തി, പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ എല്ലാവരും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കണ്ണടച്ച് അല്പസമയം സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷമായിട്ട് ഞാൻ എല്ലാവരോടും പറയാൻ പോവാണ്, നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് ഹല്ലേലൂയ നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് അല്പസമയം ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. തീ പോലെ ഇറങ്ങി വരണമേ, അന്ത്യകാല അഭിഷേകം എന്നുള്ള പാട്ട് ലാലുപത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പാടി ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും തങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കാട്ടെ, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവേ സ്തോത്രം, സ്തോത്രം. നിന്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നവരുടെ മേലെ ഹല്ലേലൂയ ഈ ജീവജല നദി ഇന്ന് രാത്രി ഒഴുകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ, ആ വാക്കിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി കർത്താവേ, നിന്റെ മക്കായിരിക്കുന്ന
ഞങ്ങള് ഒരുമിച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏവരെയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവര് ഇന്ന് രാത്രി തന്നെ കർത്താവേ നിന്റെ കരം അവരുടെ മേൽ വെക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാവരും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നിറയുവാൻ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ കർത്താവേ. ആദ്യ നൂറ്റാണ്ടില് വളർന്ന ശക്തി, ഈ അന്ത്യ നൂറ്റാണ്ടിൽ പകരുന്നതായ ശക്തി, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി കർത്താവിന് ഒരു വലിയ അഭിഷേകം എന്റെ മക്കളുടെ മേൽ വ്യാപരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ കർത്താവേ ഇന്ന് രാത്രി ചില വ്യക്തി ജീവിതത്തെ മുമ്പോട്ട് നീ മാറ്റമാകണമേ കർത്താവേ. നാളുകളായിട്ട് ജീവിതത്തിൽ ജീവിക്കുന്നുവെന്നാൽ ഇതേവരെയും കർത്താവേ ഒരു ശുശ്രൂഷയിലേക്ക് വരാൻ കഴിവില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങള് ഇന്ന് രാത്രി പുതിയ തീരുമാനമെടുത്തുകൊണ്ട് സുവിശേഷവുമായിട്ട് മുമ്പോട്ട് പോകാൻ തക്കണം ഒരു പുതിയ കാൽ വെക്കുവാൻ കർത്താവെ നീ കൃപ നൽകണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്, നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി കർത്താവേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശക്തി എല്ലാവരും ഹല്ലേലൂയ വാതിലൊന്നുകൊണ്ട് ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്, പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസങ്ങളായി ദൈവ അഭിഷേകം പ്രാപിച്ചവര് അവർ നാമത്തെ തുറന്ന് പ്രാർത്ഥിച്ചാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും മാളികയിൽ ഉണ്ടായിരുന്ന 120 പേരും അഭിഷേകം പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി കർത്താവേ ഈ ബൈബിൾ ക്ലാസ്സിലൂടെ എല്ലാവരും അഭിഷേകം പ്രാപിക്കുവാൻ കർത്താവേ നീ ഞാക്കുമാറാകണമേ. കരം നീട്ടി ഇന്ന് രാത്രി ജനത്തിന്മേലെ നിന്റെ ആത്മാവിനെ അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ ഈ ദിവസങ്ങളിലായിട്ട് ഇന്ന് തന്നെ കർത്താവേ എല്ലാവരും അഭിഷേകം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എത്രയധികം നൽകും. ഹല്ലേലൂയ. എത്രയധികം നൽകും, എത്രയധികം നൽകും. ഇന്ന് രാത്രി കർത്താവിൽ നിന്റെ ആത്മാവിനെ കൊടുക്കുവാൻ നീ താല്പര്യത്തോടെ ഇരിക്കുന്നുവല്ലോ. ആകയാൽ ഇന്ന് രാത്രി ഈ വലിയ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് ഞങ്ങൾ എത്ര കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ഇന്ന് രാത്രി ഓർക്കാതെ ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾ ക്ഷമിച്ച് കർത്താവേ ഇന്ന് രാത്രി തന്നെ നിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ ഈ ക്ലാസ്സിന്റെ അവസാനിക്കുന്നതിന് മുമ്പേ അത് നടക്കുവാൻ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. മാനവും മഹത്വവും തിരുമേനി എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഒരു ആമേൻ പറഞ്ഞാണ്. എല്ലാവരും നിങ്ങൾ അൺമ്യൂട്ട് ചെയ്താട്ടെ, മ്യൂട്ട് ചെയ്താട്ടെ, മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാരും മ്യൂട്ട് ചെയ്താട്ടെ, മ്യൂട്ട് ചെയ്താട്ടെ, മ്യൂട്ട് ചെയ്താട്ടെ, മ്യൂട്ട് ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ രാത്രിയിലാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞ ഈ പാട്ട് പാടണമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് രാത്രിയിൽ കിടക്കയിൽ ദൈവത്തിന്റെ ആത്മാവ് പരിതപിച്ച ഇന്ന് രാത്രി ഈ ഡിവൈസിലൂടെ കൃത്യമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ഗാനങ്ങൾ പാടി ദൈവത്തിന് എല്ലാ കരങ്ങളും ഒന്ന് അടിച്ചാട്ടെ. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങൾ ഇന്ന് രാത്രി നമുക്ക് തരുവാൻ വേണ്ടി സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ഒരു ഡിവൈസിലൂടെ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രത്തോടെ പാടാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം ആത്മാവിൽ നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദയവായിട്ട് മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്തില്ല എനിക്ക് പാടാൻ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് പാടിയാൽ മതി. സ്തോത്രം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവെ നിറയ്ക്കണമേ.
അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. Praise Lord. Praise Lord. ദൈവം നമുക്ക് പ്രാർത്ഥനയോടെ വിവരങ്ങൾ ഏൽപ്പിക്കാം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. സ്തോത്രം. അവസാനമായി കർത്താവിന്റെ ദാസൻ ഡോക്ടർ ബിബിൻ പ്രാർത്ഥിച്ചാണ്. ഡോക്ടർ ബിബിൻ പ്രാർത്ഥിച്ചാണ്. ഡോക്ടർ ബിബിൻ ഇല്ലയോ? സാംപോൾ പ്രാർത്ഥിച്ചാണ്. സാംപോൾ പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസൻ സാക് വർഗീസ് തന്നെ ആശീർവാദം പറയും. ഷാജി സാംപോൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഇല്ലയോ? Hallelujah. Thank you, Lord. Thank you, Lord. ബ്രദർ ലൂക്കോസ് പ്രാർത്ഥിച്ചാട്ട് അവസാനമായി. Hallelujah. Thank you, Lord. Praise the Lord. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധമായ സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രിക്കായി വീണ്ടും നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. അടികൾക്ക് ഒരുമിച്ച് കൂടുവാനോട് സ്ത്രീയിൽ അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾ പഠിപ്പാനും രാത്രിയിൽ അടികൾ ഓരോരുത്തരോട് ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി ആലുവ ദേവദാസന്മാരെ തക്കസ്മയത്ത് കൂട്ടുവരുത്തി കാര്യങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ അടികൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസുകൾ പഠിക്കുവാൻ തിരുമേനികളെ സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ദേവദാസിമാർക്കായി പ്രാർത്ഥിക്കുന്നു, സൗര്യമാർക്കും സൗരന്മാർക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ ഒരുമിച്ച് കൂടി പ്രത്യാശയുടെ ആയിരപ്പാടികളെ സഹായിക്കുന്നുള്ള കർത്താവെ, വരും ദിവസങ്ങളിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ലാലു പാഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ കലവറകളെ തുറക്കണം. കർത്താവെ, സ്തോത്രം. അടുത്ത ദിവസം അടികൾ ഒരുമിച്ച് കൂടുന്നവരെ അടുത്ത 10 പേരെ ചിറകന്റെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ സർവ്വ നന്മകളാൽ നിറയ്ക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യാശയിൽ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ സ്തോത്രം. അടിക്കായി ജീവൻ പടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ തന്നിമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപകൾക്ക് മാറാകണമേ. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 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 ഹല്ലേലൂയ. Now the love of our heavenly Father, the grace of our Lord Jesus Christ, and the communion of the sweet Holy Spirit be with us, and all the things we prayed for now and forever. All God's people shouted, Amen. എല്ലാവരും കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച കാണാം. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് ഡോക്ടർ ജോർജ്